ഹേ ഗായ്സ്, സ്ക്വിഡ് ഗെയിം സീസൺ 3 രണ്ടുപേരും ഇവിടെ ഇപ്പൊ ഇരുന്ന് കണ്ടേ ഉള്ളൂ. അളിയ ഐ എം സ്റ്റിൽ പ്രോസസിങ് ഇറ്റ്. ഞാനും നമ്മൾ ആദ്യം ഒരു എപ്പിസോഡ് കാണായിരുന്നു. ഞാൻ ഇവന്റെ മുഖം കണ്ടിട്ടില്ല, നീ എന്റെ മുഖം കണ്ടിട്ടില്ല. സ്ക്രീനിൽ മാത്രം അങ്ങ് നോക്കിയിരിക്കുക. അതുപോലുള്ള ഇമോഷണൽ കണക്ട് ആയിരുന്നു ഇതില് ശരിക്കും പറഞ്ഞാൽ ഈ ആര് ജയിക്കും ആര് തോക്കും ആ സീനല്ലളിയാ. അവരിന്റെ ആ ബ്രേക്കിംഗ്, അതായത് മൈൻഡ് ബ്രേക്ക് സീൻ ആവുന്നതും അങ്ങനത്തെ കുറെ സീൻസ് ഉണ്ട്. ആകെ വൺ കണക്ട് ആവും, ഡീപ്പായിട്ട് നമ്മൾ അതിൽ ഇരുന്നു പോവുക. അതെ, അത് ഇരുന്നു പോകാനുള്ള ഒരു കാരണം, മെയിൻ കാരണം എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സിന്റെ അഭിനയമാണ്. അവര് ആ സ്ഥലത്ത് അഭിനയിച്ച് അത് സീൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് അവർ നമ്മൾ എത്തിച്ചത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം മേക്കിംഗ്, ഫ്രെയിമല്ല എന്തോന്ന് കിടിലടേ. ഒറ്റ ഇരുത്തോളയാ, ഇരുന്നു പിന്നെ എണീച്ചത് അത് തീർന്നിട്ടാണ്. അമ്മാരി കിടിലനായിട്ടാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. സൂപ്പർ. നമ്മളെ ആ ഒരേ ഇരുത്തത്തിൽ കാണാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ഈ മേക്കേഴ്സിന്റെ ക്രിയേറ്റിവിറ്റി കൊണ്ട് തന്നെയാണ്. സ്ക്രിപ്റ്റ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട്. ഇതളിയ ഗെയിംസിന്റെ മാത്രമല്ല, ഇവര് നമ്മളെ മൈൻഡ് വെച്ച് ഇമോഷൻ വെച്ച് കളിക്കുന്നത്. ഈ മൊത്തം സീരീസ് അങ്ങനെയാണ്. അതായത് അവിടെ ഇരുന്ന് നമ്മളെ ഹെൽപ്ലെസ് തോന്നും, നമുക്ക് പേടി തോന്നും. ആ ഒരു റേഞ്ചിനാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഇവര് മൊത്തത്തിൽ നമ്മുടെ ക്യാരക്ടേഴ്സുമായിട്ടും ഇമോഷണലി കണക്ട് ആക്കിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫീലാണ് നമ്മുടെ ആർക്കും എന്തോ പറ്റി. ആ ഒരു ഫീൽ എപ്പോഴും തരുന്നുണ്ട്. നമുക്ക് ചില ആൾക്കാരിനെ ഒന്ന് അടിച്ചു കൊല്ലണ, ചിലവിന്റെ അയ്യോ ഇവനൊന്നും ചെയ്യലടാ, ആ രീതിക്കുള്ള ഒരു ഫീൽ നമുക്ക് എപ്പോഴും തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശരിയാ. എന്നോട് ചോദിച്ചാ ഒരു മോസ്റ്റ് ഡാർക്കസ്റ്റ് ഇമോഷണൽ ഫിനാലെയാണത്. അതായത് നല്ല രീതിക്ക് തന്നെ നമുക്ക് ചില കണക്ട് ആവാൻ പറ്റും. നമ്മളെ ഇരുത്തോടെ ഒരു ഡാർക്ക് മോഡിൽ തന്നെ ഇത് പോയി. പിന്നെ അൺനെസസറി ഷോക്സ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മളെ ആ ഒരു സസ്പെൻസ് നമുക്ക് തന്നുകൊണ്ടേ അവര് പോയിക്കൊണ്ടേയിരുന്നു എല്ലാ എപ്പിസോഡ്സും. എടുത്തു പറയേണ്ട കാര്യം കാസ്റ്റ് അടിപൊളി. ഓരോരുത്തരും കിടിലൻ, ജീവിച്ചു കളിയാ. ശരിക്കും ഒരു ഗെയിം നടക്കണം. അവിടെ അവര് പെട്ടു, അവരവിടെ സർവൈവ് ചെയ്ത് എങ്ങനെ ആ സീൻ അഭിനയം എന്നൊക്കെ പറഞ്ഞ പൊളി. നമ്മള് സെക്കൻഡ് സീസൺ കണ്ട സമയത്ത് ചില ആൾക്കാർ നമ്മൾ ഇത് ഓവർ ആക്ടിങ് ആയി, ഇത് കുറച്ച് നന്നായില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതില് ഒന്നുമില്ല, എല്ലാരും ഓൺ പോയിന്റ്. എന്നോട് ചോദിച്ചാ ഫസ്റ്റ് സീസൺ ലെജൻഡറി ആയിരുന്നു. ഓക്കെ, സെക്കൻഡ് സീസൺ കുറച്ച് ഡൗൺ ആയി, പക്ഷെ സ്റ്റിൽ പിടിച്ച് ഓക്കെ. അതായത് കിടിലൻ സാറ്റിസ്ഫൈങ് ആ ഒരു ഫീൽ കിട്ടില്ല. വേറെ ലെവല്. അതെ, എനിക്ക് സെക്കൻഡ് സീസൺ തോന്നിയത് തേർഡ് സീസണിന് വേണ്ടി ഒരു ബിൽഡപ്പിന് വേണ്ടി വെച്ച ഒരു ചെറിയൊരു തുടക്കം. അതാണല്ലോ സംഭവം. കാരണം ഫസ്റ്റ് സീസൺ തീരുമ്പോ തന്നെ നെക്സ്റ്റ് എന്നുള്ള ഒരു സീനിൽ നിർത്തി. സെക്കൻഡ് സീസൺ നമ്മളെ എന്തോന്നടേ ആ ഒരു സീനിൽ നിർത്തി. തേർഡ് സീസൺ വർത്ത് വാച്ചിങ് എന്ന് പറഞ്ഞാൽ വർത്ത് വാച്ചിങ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായം. സോ മൊത്തത്തിൽ ഒരു കിടിലൻ സീരീസ്, പാക്ഡ് ആണ്, അടിപൊളിയാണ്. സോ നിങ്ങളും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ ഷെയർ ചെയ്യുക. ഇതിന്റെ ഇംഗ്ലീഷ് റിവ്യൂ ഞങ്ങളുടെ പേജിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ്സിൽ ഷെയർ ചെയ്യുക. വേറൊരു വീഡിയോ പെട്ടെന്ന് തന്നെ കാണാം അല്ലേ. ബൈ.